വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. മാളൂസ് അപ്പോഴേക്കൊരു വിമാനം കണ്ടിട്ട് അപ്പൊ ഞാൻ കരുതി ആ വിമാനം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കണ്ടോ ആ മേഘങ്ങൾക്കിടയിലൂടെ ഒരു വിമാനം. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എയർപോർട്ടിന്റെ അടുത്ത് എത്താനായി അല്ലേ മുക്കാക്ക? എത്താനായോ? യെസ്. ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. അത് എങ്ങോട്ടാണെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് പറ. എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ദൂരയാത്രയ്ക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ഫ്ലൈറ്റ് കണ്ടു. അതാണ് മാളൂട്ടി കാണിച്ചു തന്നത്. ഇപ്പം ഞങ്ങളിത് ചാലക്കുടിയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ നാട് കണ്ടപ്പോൾ ചുമ്മാ അതൊന്ന് വീഡിയോയിൽ എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് കാണിച്ചു തന്നത്. പിന്നെ എൻ്റെ ഉമ്മ അനിയത്തി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഓണത്തിന് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ അതൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നമ്മളവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് നല്ല കുഴിമന്തി കഴിച്ചു. അപ്പോൾ മാളൂസിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ബിരിയാണിയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ കുഴിമന്തി കഴിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു ഡ്രീം വേൾഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞങ്ങൾ പോയത്. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ അടുത്ത് എത്താനാവും തോറും വയനാട്ടിലേക്കൊക്കെ പോകുന്ന പോലെ നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ വഴികളായിരുന്നു കേട്ടോ. പശുമ്പേനോട് പോവാൻ പറ. സൈഡിലേക്ക് നിൽക്കാൻ പറ. കുഞ്ഞേത് കയറഴിഞ്ഞു പോയതാണോ? ഇതാ മാളു ആ പശുക്കുട്ടീന്റെ അമ്മയാണ് തോന്നണത്. ഇവര് കെട്ടഴിഞ്ഞ് സെപ്പറേറ്റ് ആയതാ തോന്നണ. പോന്നില്ല. വിറ്റുണ്ടായി ഗൈസ്. ഒരാള് ഈ പശു പോയ ഉടനെ പുറകിൽ ഒരാള് പോയി. പശുവിന്റെ ആളാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഇയാളാണ് തോന്നുന്നു പാപ്പാൻ. പശുവിന്റെ പാപ്പാൻ. അതെ, അത് ചെലപ്പോ അത് അമ്മേനെ അവിടെ വെച്ചിട്ട് കുട്ടീനെ തരാൻ വേണ്ടി ഒപ്പരം പോയതായിരിക്കും. പാപ്പാനും പശുവും കൂടെ കുട്ടീനെ തരാൻ പോയില്ലേ. അപ്പം ഞങ്ങൾ ഇപ്പോഴും എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇനി ഞാനത് പറയാം, കാരണം ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. ആതിരപ്പള്ളിയുള്ള ദി ആങ്കറേജ് റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. മാളൂട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും. അതെന്താന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആങ്കറേജ് റിസോർട്ട് ആയതുകൊണ്ട് ആങ്കറിൻ്റെ ഒരു എംബ്ലം അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കയറി വരുന്ന സ്ഥലത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മുഴുവനായിട്ട് കാണിച്ചു തരാം. അങ്ങനെ അവർ നമ്മളെ വെൽക്കം ചെയ്ത ഉടനെ അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയത് അവിടുത്തെ ഒരു ബെസ്റ്റ് പാർട്ടാണ്. അതാണ് ഈ റിസോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാളൂട്ടിയും ഞങ്ങളൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ റിസോർട്ട് ഒരു റിവറിനോട് ചേർന്ന് നിൽക്കുന്ന റിസോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ മാത്രമല്ല അവിടെ ഇറങ്ങാനും നമുക്ക് പറ്റും. പക്ഷേ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് അത് വന്ന് കാണണം എന്ന് തോന്നി. അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കൺഫേം ആയപ്പോൾ തൊട്ട് ഞാൻ ഇവിടുന്ന് റീൽ എടുക്കണം എന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് തിരിച്ച് പുഴയിൽ വന്നിട്ട് റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് മുമ്പ് നമുക്ക് റൂം കാണണം. അപ്പം ഞങ്ങൾ റൂം കാണിച്ചു തരാം. ഇതാണ് ഉമ്മച്ചിക്കും ലിച്ചുവിനുള്ള റൂം. നമ്മളെ എല്ലാ റൂമിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ റൂമിൽ നിന്നും ഈ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ബാൽക്കണിയിൽ പോയി നിന്നാൽ ആ ഒരു റിവറിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അതുമാത്രമല്ല നമുക്ക് ലെക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ആന വരും ഈ റിവറിൻ്റെ അപ്പുറ സൈഡിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പല ഗസ്റ്റ്
ഫസ്റ്റും ഇവിടെ വന്നിട്ട് അത് കണ്ടിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമാണ്. ഇതും സെയിം ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് ബാൽക്കണിയിൽ നിന്ന്. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ട്. പിന്നെ ഓൾ ഈസ് സെറ്റ്. അപ്പോൾ നമുക്കിനി ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാനും മാളൂസും ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുഴയിൽ ഇറങ്ങി ആ സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ എടുക്കാമെന്ന് കരുതി പോയതാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് അപ്പോഴേക്കും മാളൂട്ടിക്ക് വിശക്കുന്നതുകൊണ്ട് അവൾ സ്വന്തം ചായ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നത് ആ ഒരു റിവറിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഈ ഒരു ബാൽക്കണിയിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലാണ് കേട്ടോ. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്വന്തം ഉണ്ടാക്കിയ ചായയും കോഫിയും അല്ല കോഫിയും നിങ്ങൾ അമ്മയും അമ്മയൊക്കെയാണ്. ഞാനാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ പുഴയിൽ ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. കാരണം നേരത്തെ റീൽ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി വേണം ഞങ്ങൾക്ക് പോയിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാനും. ആളൂട്ടിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം, റിവറിൽ ഇറങ്ങണം എന്നൊക്കെ. പിന്നെ ഇവിടെ റിവറിൻ്റെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സ്വിമ്മിംഗ് പൂളും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിനി പുഴയിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മാളൂസ് ചെന്നിട്ട് മെച്ചിനി ലിച്ചുനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. മാളൂസിന് ഇപ്പോൾ 2 റൂം ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ തന്നെയായിരുന്നു പരിപാടി. അവിടുന്ന് കുറേ നേരം താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ അതിൽ കയറിയിരുന്നു. നല്ല സുഖമുണ്ട് ഗൈസ്. ഇതിങ്ങനെ ആഴത്തിൽ കാത്തിട്ടത് കണ്ടുകൂട്ടിയിരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്, നല്ല രസമാണ്. So you are enjoying your staycation, right? Yes, I'm so enjoying today. Come on, പുഴയിൽ പോവാം, ഭക്ഷണം കഴിക്കാം. നമുക്കിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കാം. കാരണം ആ ഒരു റിവറിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ റിവറിലേക്ക് ഇറങ്ങി. മാളൂസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അവൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ ആയി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട്. നമ്മൾ വയനാട്ടിലായിരിക്കുമ്പോൾ പണ്ട് പോയതാണ്. അപ്പം ഇവിടെയൊന്നും നമ്മളിങ്ങനത്തെ ഒരു പ്ലേസിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല എറണാകുളത്ത് വന്നതിന് ശേഷം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു അത്. അയ്യോ, ഒരു കുഞ്ഞിക്കാൽപ്പാട്ട് നോക്കട്ടെ. നല്ല പച്ചണ്ണി, ഇങ്ങോട്ട് വാ. മാളു ഇവിടെ, മാളു 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 മാളു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ നമുക്കത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോ ഞാനും മാളൂസും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്നതാണ് നേരത്തെ എടുത്തത്. പിന്നെ പ്രിപ്പയർ ചെയ്യാതെ പുഴയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയൊരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വേറൊരു വീഡിയോ കൂടെ എടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വീഡിയോസും ഒന്നും എടുക്കാൻ നിൽക്കാതെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനാണ് തോന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു മെമ്മറീസൊക്കെ എന്നും എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നമ്മളെ വീഡിയോയിലൂടെ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ അറിയാനും എൻജോയ് ചെയ്യാനും പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഒരുപാട് നേരം ആ പുഴയിലിരുന്ന് എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ. എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മാളൂസിനെ ഞങ്ങൾ കുറച്ച് നീന്തലൊക്കെ പഠിപ്പിക്കാൻ നോക്കിയിട്ടോ. ട്യൂബൊക്കെ ഇട്ടിട്ട് അവൾ സ്വന്തമായിട്ട് നീന്തുന്ന പോലെ ഭയങ്കര അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലാണ് അവിടെ വെള്ളം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മുങ്ങിപ്പോയില്ല, ആ ഒരു ഹൈറ്റിലാണ് അവിടെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുബിക്കാക്ക് നീന്താൻ അറിയാം, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാളൂസ് കുറേ ബോളൊക്കെ
ഒക്കെ ഇട്ട് ട്യൂബിലൊക്കെ നീന്തുന്ന പോലെയൊക്കെ കളിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സ്വിം ചെയ്യാൻ പഠിപ്പിക്കാനൊക്കെ നോക്കി അവളെ. പക്ഷേ ഒരു ദിവസം കൊണ്ട് എന്തായാലും പഠിച്ചെടുക്കില്ലല്ലോ. പക്ഷേ എനിക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് കേട്ടോ സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളത്. ഈ ഒരു സ്വിമ്മിങ് പൂളിൽ നിന്നാണെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിലും റൂമിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു റിവറിൻ്റെ വ്യൂ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് എവിടെ ഇരുന്നാലും ആ ഒരു റിവർ കാണാനും അതിൻ്റെ സൗണ്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ആ പൂളിലേക്ക് ചാടുന്നത് കണ്ടിട്ട് മറ്റാൾ ട്യൂബുള്ള ധൈര്യത്തിലൊക്കെ എടുത്ത് ചാടുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തൊക്കെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നൈറ്റ് ടൈമിൽ ഇവിടെ DJ ഒക്കെ ഉണ്ട് കേട്ടോ. DJ ഉണ്ട്, അതുപോലെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലൈവായിട്ട് ബാർബിക്യൂ എല്ലാം അവർ ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് DJ വെച്ചപ്പോൾ മാളൂസ് ആ ലൈറ്റൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ക്യാമ്പ് ഫയറും അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവൾക്ക് അറിയില്ലായിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയർ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പം അതും അവൾ ഫസ്റ്റ് ടൈം അവിടെ നിന്നാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ റിവറിൻ്റെ സൈഡിൽ നിന്നുള്ള. അതുപോലെ നമുക്കിവിടെ ബാർബിക്യൂ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് നൈറ്റ് ഡിന്നറിന് ബാർബിക്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ലൈവായിട്ട് ഉണ്ടാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോന്നു. റൂമിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ലുഡോ കളിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോയത്. ഇല്ലല്ല, ഉമ്മച്ചിയാണ് ജയിച്ചിട്ടുള്ളത് ഗായ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ആർക്കെന്നത് ലിച്ചു. ഇതാണ് ലിച്ചു. ഇത് ഇവിടെ എത്തിയിട്ട് കൊറേ നേരമായി, പക്ഷെ ഇത് കേറിയിട്ടില്ല. ഉമ്മച്ചി ജയിച്ച്. ലിച്ചു സെക്കൻഡ്, മാളു തേർഡ് പൊസിഷൻ. മാളു ഏ പറ. ഞാനാണോ മൂവിക്കാക്കെയാണോ അവസാനം ജയിക്കാൻ പോകുന്നത്? നാലാം സ്ഥാനം. ഇനി ഞാൻ ജയിച്ചില്ലെങ്കിൽ ഗായ്സ് ഇതൊരുമാതിരി വിജയമായി പോവും. എന്താ നീ തന്നെ ഞെക്ക്. നോ വേ, നോ വേ, നോ വേ, നോ, നോ. ലുഡോ എന്നെ ചീറ്റ് ചെയ്തു. ലുഡോ എന്നെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്നെ പച്ചരി എടുക്കണ്ട കേട്ടോ. അതാണെങ്കിലും അത് ഞാൻ ബ്ലൂ എടുക്കുള്ളൂ. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നപ്പോൾ അവിടുന്ന് അപ്പുറത്തെ റൂമിലേക്ക് ഫോൺ ചെയ്ത് അവൾ ലിച്ചുവിനോട് ലുഡോനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ ടോയ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾ ഉറങ്ങാൻ കിടന്ന്. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ എണീക്കുന്നത് തന്നെ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടാണ്. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു രാവിലെ എണീറ്റ് ആ ഒരു വ്യൂ കാണുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടായിരുന്നു, നല്ല ബൂരി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കറീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. മാളൂട്ടി കണ്ടില്ല, ആ ഒരു വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ നൈറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മോർണിംഗ് നമ്മൾ പുറത്തിരുന്നിട്ട് കഴിക്കാമെന്ന് കരുതി. ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ മാളൂട്ടി ബൂരി കഴിച്ചു. എന്നിട്ട് അവൾക്ക് കോൺഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതും കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ബ്രെഡും ജാമും മുഴുവനും കഴിച്ചില്ല കേട്ടോ, അത് പകുതി എനിക്ക് തന്നു. പിന്നെ കുറച്ച് വാട്ടർമെലൺസൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കോഫിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ആ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ മാളൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ടോസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് നിന്നിട്ട് അവൾക്ക് അത് ബട്ടറൊക്കെ തേക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അത് നല്ല ഇഷ്ടമായിട്ടു. ജാമിനെയും കാട്ടി അവൾക്ക് ബട്ടറാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് മാളൂട്ടി കീ ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരോട് ബായ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ റിസോർട്ട് അതുപോലെ ഇവിടുത്തെ വ്യൂ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു മാനേജിങ് ടീമിൻ്റെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ, അത് ഞങ്ങൾക്ക് ഒരുപാട് കംഫർട്ടായിരുന്നു അവിടെ താമസിക്കുന്ന സമയത്ത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ലോഗ്. റിസോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോയതെന്ന് നമ്മളെ നെക്സ്റ്റ് വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.